ഗൈസ് ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. താങ്ക്സ് ടു ഷാൻജിയോ. നമ്മൾ ആ വീഡിയോ നോക്കിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളോട് ഇത് തിളച്ച് തുടങ്ങുമ്പോൾ 8 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 8 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇത്. പിന്നെ ഇവിടെ കറണ്ട് പോകുമെന്ന് ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഉമ്മച്ചി തേങ്ങയുടെ അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പണി ഇനി ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ തേങ്ങ ചേർത്തു. പിന്നെ തൈര് ശരിക്കും നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ടായിരുന്നു ഇടേണ്ടത്. പക്ഷേ ഉമ്മിച്ച് തൈരും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചു പോയി. അപ്പം നമ്മൾ ഇട്ട്, പക്ഷെ അറിയൂല ഇനി തൈര് പിരിയോ എന്നുള്ളത് ഇങ്ങനെ തിളക്കണേൻ്റെ ഇടക്കായതുകൊണ്ട്. പക്ഷെ നമുക്ക് നോക്കാം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇതാണ് പൈസത്തെ പുള്ളിയേരി എന്ന വീഡിയോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നമ്മൾ വേപ്പല പറിക്കാൻ പോവാണ്. ഒരുപാടുണ്ട്, എന്നാലും ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. സുഹൃത്തുക്കളെ, ഇവിടെ വലിയൊരു ബോംബ് സ്ഫോടനം നടന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മള് എന്താണ് അതിന്റെ വീഡിയോയിൽ ഞാൻ പറയട്ടെ. ലാസ്റ്റ് എന്റെ ഉമ്മച്ചി കേറി വന്നിട്ട് എന്താണ് വറക്കണല് കൈ കടത്താൻ വന്നു. എന്നിട്ട് വെളുത്തുള്ളി ഇതിടാൻ മറന്നുപോയി ഇപ്പോ ലാസ്റ്റ്. അപ്പോൾ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഉള്ളി ഇടാത്ത മാമ്പഴ പുളിശ്ശേരി ആയിപ്പോയി. പക്ഷെ നീ എങ്ങനെ ഇട്ടു അത്? ഓക്കെ, നമ്മളത് ഒന്നുകൂടെ തിളപ്പിക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ചപ്പോഴേ ഞാൻ വെളുത്തുള്ളി വെച്ചിട്ട് സോറി, ഫേസ് റിവീലൊക്കെ നമ്മൾ ഇപ്പൊ ചെയ്യൂല കേട്ടോ. അവസാനം എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ കുറച്ച് പേരുണ്ട്. ഇതാണ് പൈസ ചെയ്തുണ്ടാക്കിയ കറി. ഇതതിന് വേണ്ടിയിട്ടുള്ള താളിപ്പാണ്. മാറിക്കടി ചോറും താളിപ്പും പപ്പടം ഉണക്കമീനും. നമ്മുടെ അവസാന സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇടാണ്. മറന്നു പോയതാണ് നമ്മള്. ഞാനല്ല, എന്റെ മമ്മിയാണ് മറന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇട്ടല്ലോ. ഇനി നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് കഴിഞ്ഞ് ഒന്ന് ഇളക്കാണ്. ഓക്കെ, ഇളക്കുന്നു. ആൻഡ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കാം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.